Good morning, all dear students. Today we are discussing one of another university previous exam question from company accounts. Issue, forfeiture and reissue. ഇതുമായി ബന്ധപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഹൈലൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫോർ 30,000 shares of ₹100 each at a premium of ₹20 per share. ഹൈലൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി 30,000 shares ഇഷ്യൂ ചെയ്തു. ഫേസ് വാല്യൂ ₹100 ആണ്. ഇഷ്യൂ അറ്റ് എ പ്രീമിയമാണ്. പ്രീമിയം എമൗണ്ട് ₹20 ആണ്, 20 per share. മണി കളക്ട് ചെയ്യുന്നത് ഓൺ ആപ്ലിക്കേഷൻ ₹40 ഇൻക്ലൂഡിംഗ് ₹10 പ്രീമിയം. ഓൺ അലോട്ട്മെൻറ്റ് ₹30 ഇൻക്ലൂഡിംഗ് ₹10 പ്രീമിയം. പ്രീമിയം കളക്ട് ചെയ്യുന്നത് 2 സ്റ്റേജിലായിട്ടാണ്. ആപ്ലിക്കേഷൻ മണിയുടെ കൂടെ ₹10, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ₹10. ഒരു പ്രത്യേക കേസാണ്. ₹20 പ്രീമിയം കളക്ട് ചെയ്യുന്നത് ഒന്നിച്ചല്ല, ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ₹10, അതേപോലെ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ₹10. അതിനനുസരിച്ച് പ്രീമിയം അക്കൗണ്ടുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓൺ ഫസ്റ്റ് കോൾ ₹30, ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ₹20. ഇങ്ങനെയാണ് കമ്പനി ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത്. ഓക്കെ. ആപ്ലിക്കേഷൻസ് വേർ റിസീവ്ഡ് ഫോർ 40,000 shares. ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് ഇവിടെ കേസ്. കമ്പനി 30,000 shares ആണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്നാൽ ആപ്ലിക്കേഷൻസ് വേർ റിസീവ്ഡ് ഫോർ 40,000 shares. 10,000 sharesൻ്റെ എക്സസ് ആപ്ലിക്കേഷൻ വന്നു. കമ്പനി എന്താ ചെയ്യുന്നത്? പ്രോ റാറ്റ അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഫോർ 35,000 shares. എക്സസ് ആപ്ലിക്കേഷൻ മണി വാസ് യൂട്ടിലൈസ്ഡ് ടുവാർഡ്സ് അലോട്ട്മെൻറ്റ്. 10,000ൻ്റെ എക്സസ് ആപ്ലിക്കേഷൻ ഷെയർസ് വന്നപ്പോൾ അതായത് കമ്പനി 30,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, എന്നാൽ 40,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ വരുന്നു. 40,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും കമ്പനി ചെയ്യുന്നത് 35,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ അവർക്കാണ് ഷെയർ അലോട്ട് ചെയ്യുന്നത്. ബാക്കി 5,000 ഷെയർസ് ഉണ്ടാവും. 10,000 ആണല്ലോ എക്സസ് വന്നത്. 35,000 ഷെയർസിൻ്റെ ആപ്ലിക്കൻസിന് ഷെയർ അലോട്ട് ചെയ്യുന്നു പ്രോറാട്ട അലോട്ട്മെൻറ്റ് ബേസിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് എക്സസ് ആപ്ലിക്കേഷൻ മണി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് പ്രോറാട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരാളും എത്ര ഷെയറിന് അപ്ലൈ ചെയ്തോ ആ പ്രപ്പോർഷനിൽ അവർക്ക് ഷെയർ കൊടുക്കും. എന്നിട്ട് അവരുടെ എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിനെയാണ് പ്രോറാട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 5,000 ഷെയർസിൻ്റെ ആപ്ലിക്കൻസ് അവിടെ ബാക്കിയുണ്ട്. അവരുടെ ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. റിജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റോഹൻ, ടു ഹൂം 600 shares were allotted, failed to pay the allotment money and his shares were forfeited immediately after allotment. റോഹൻ എന്ന് പറയുന്ന ഒരു മെമ്പർ, അദ്ദേഹത്തിന് 600 shares ആണ് അലോട്ട് ചെയ്തത്. ആൾ അലോട്ട്മെൻറ്റ് മണി തന്നെ അടക്കാൻ ഫെയിലായി. ആപ്ലിക്കേഷൻ മണി മാത്രമേ അടച്ചുള്ളൂ. അലോട്ട്മെൻറ്റ് മണി അടക്കാൻ പോലും ഫെയിലായ ആളാണ്. ദർബൈ കമ്പനി ഫോർഫീറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അലോട്ട്മെൻറ്റ്. കോള് വരെ കാത്തിരിക്കാതെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഇയാളുടെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരാൾ അമൻ, ഹൂ അപ്ലൈഡ് ഫോർ 1050 shares, 1,050 shares, failed to pay first call and his shares were forfeited immediately after first call. ഓക്കെ. മറ്റൊരാളാണ് അമൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് എത്ര ഷെയറാണ് കൊടുത്തതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അദ്ദേഹം അപ്ലൈ ചെയ്ത ഷെയറിൻ്റെ എണ്ണമാണ് 1,050. അത് വെച്ചുകൊണ്ട് നമ്മൾ അയാൾക്ക് എത്ര ഷെയർ കൊടുത്തിട്ടുണ്ടാവുമെന്ന് കണ്ടുപിടിക്കണം. അദ്ദേഹം ഫെയിലായത് ഫസ്റ്റ് കോളാണ്. ഓക്കെ. അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടുണ്ട്, ഫസ്റ്റ് കോൾ ഫെയിലായി. ആൻഡ് ദർബൈ കമ്പനി ഫോർഫീറ്റഡ്
ഹിസ് ഷെയർസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫസ്റ്റ് കോൾ. ഓക്കെ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വാസ് മെയ്ഡ്. ഓൾ ദ മണി ഡ്യൂ ഓൺ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഹാവ് ബീൻ റിസീവ്ഡ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള് ആരും ഫെയിലായിട്ടില്ല. ഓൾറെഡി ഫെയിലായ ആളുകളെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മറ്റ് മെമ്പേഴ്സൊന്നും ഫെയിലാവുന്നില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി കംപ്ലീറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓഫ് ദ ഷെയർസ് ഫോർഫീറ്റഡ് 1000 ഷെയർസ് were reissued as fully paid up for ₹80 per share, which included the whole of Aman's share. ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയർ കമ്പനി റീഇഷ്യൂ ചെയ്യുക. അങ്ങനെ എത്ര ഷെയർ ഫോർഫീറ്റ് ചെയ്തു? അമ്മൻ്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. രോഹൻ്റെ ഷെയർ 600 ആണ്, ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, എനിവേ കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത് 1000 ഷെയർസാണ്. ഓക്കെ, ആ 1000 ഷെയർസിൽ അമ്മൻ്റെ ഷെയർ കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആണെന്നാണ് പറയുന്നത്. ബാക്കി റോഹൻ്റെതും. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും അമ്മൻ എത്ര ഷെയറാണ് കൊടുത്തതെന്ന്. റീഇഷ്യൂ ചെയ്യുന്നത് ₹80 പെർ ഷെയർ ആണ്. 100 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ 80 പെർ ഷെയർ. റീഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആണ്, ₹20. ഓക്കെ, റെക്കോർഡ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഹൈലൈറ്റ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ജേണലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് നെസസറി ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറയുന്നത്. എൻട്രീസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്സ് ക്രെഡിറ്റ്. എത്ര ഷെയറിനുള്ള ആപ്ലിക്കേഷനാണ് റിസീവ് ചെയ്യുന്നത്? 40,000 ഷെയർസ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് കംപ്ലീറ്റ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതും ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആണ്. ഓക്കെ, യഥാർത്ഥത്തിൽ എത്ര ആപ്ലിക്കേഷൻ മണി കിട്ടണം എന്നുള്ളതല്ല, എത്ര കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. 40,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി എത്രയായിരുന്നു നോക്ക്. ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ആപ്ലിക്കേഷൻ മണി 40 ആണ് അല്ലേ? ഓക്കെ, ആപ്ലിക്കേഷൻ മണി 40 ആണ്. അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അലോങ് വിത്ത് പ്രീമിയാണ്. അവിടെ പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയിലാണ്. റിസീവ് ചെയ്യുന്ന എൻട്രിയിൽ നമ്മൾ പ്രീമിയം കാണിക്കാറില്ല. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യാം. ഇപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ടാണ് കിട്ടിയത്, ഫിസിക്കലി എത്ര ക്യാഷ് വന്നു, ഓക്കെ, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഓക്കെ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് പറയുക. ആസ് ഫാർ ആസ് ബാങ്ക് അക്കൗണ്ട് കൺസേൺഡ്, ബാങ്ക് പാസ്ബുക്ക് കൺസേൺഡ് ക്രെഡിറ്റ് ആവാമെന്നാണ് പറയുക. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാതെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ എന്നാണ് പറയുക. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. എമൗണ്ട് വരുന്നത് 40,000 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ മണിയാണ് വന്നത്. ആപ്ലിക്കേഷൻ മണി ₹40 ആണ്, ഇൻക്ലൂഡിങ് പ്രീമിയം. നമുക്ക് എത്ര കിട്ടിയെന്നാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 40,000 ഇൻറ്റു 40 ആണ്. 40,000 ഇൻറ്റു 40 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാവുമ്പോൾ 16 lakhs വരും. ഓക്കെ, എമൗണ്ട് വിൽ ബി 16 lakhs. ഇനി നെക്സ്റ്റ് എൻട്രി എന്താണ്? ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഈ പറയപ്പെട്ട ആപ്ലിക്കേഷൻ മണി നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ലഭിച്ചിരിക്കുന്ന 16 lakhs കംപ്ലീറ്റ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ അല്ല. ഓക്കെ, അതിൽ റീഫണ്ട് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, ഓക്കെ, അതുപോലെ അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, എല്ലാം കൂടെയാണത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എൻട്രി പാസ് ചെയ്യുമ്പോൾ ഒരുപാട് അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യാനുണ്ടാവും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബാക്കി എല്ലാ വർക്കും നമുക്ക് അവിടെ തന്നെ നടത്താം. എന്തൊക്കെ മെയിൻ പ്രോസസ്സ് എന്താണ്? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോകണം? ഷെയർ ക്യാപിറ്റലിലേക്ക് കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ എണ്ണം നോക്കുക. 30,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി എന്താണ് 40 ആണ്. ആ 40ൽ 10 പ്രീമിയമാണ്. അത് കഴിച്ചാൽ ഫേസ് വാല്യൂവിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പോൾ 30,000 ഇൻറ്റു 30 അതാണ് ഷെയർ ക്യാപിറ്റൽ വരേണ്ടത്. 30,000 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ റുപ്പീസ് 9 lakhs. 9 lakhs rupees ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പ്രീമിയം റുപ്പീസ് 10 ആണ്. അങ്ങനെയാകുമ്പോൾ 30,000 ഷെയറാണ് ഇഷ്യൂ ചെയ്തത്. 30,000 ഇൻറ്റു 10 റുപ്പീസ് 3 lakhs. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് റിജക്റ്റ് ചെയ്യുന്നതും അതേപോലെ അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതും. അതിൻ്റെ എമൗണ്ടുകൾ എങ്ങനെ കാണാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10,000 ഷെയർസിൻ്റെ ആക്സസ് ആപ്ലിക്കേഷനാണ് വന്നത്. അതിൽ 5,000 ഷെയർ എക്സസ് ആപ്ലിക്കേഷൻ മണി റിജക്റ്റ് ചെയ്യും. നെക്സ്റ്റ് 5,000 അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ എത്ര വരും എമൗണ്ട്? ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അങ്ങനെയാണല്ലോ എൻട്രി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് സ്റ്റേജുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണല്ലോ. അങ്ങനെയാകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എത്ര വരും എമൗണ്ട്? $5,000 ഇൻറ്റു 40. ആക്ച്വലി ആപ്ലിക്കേഷൻ മണിയായിട്ട് റിസീവ് ചെയ്ത എമൗണ്ടാണ് എടുക്കേണ്ടത്. 5,000 ഇൻറ്റു 40 അതാണ് അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് എമൗണ്ട് കൊടുക്കേണ്ടത് റുപ്പീസ് 2 lakhs ആണ്. ആ 2 lakhs എന്ന് പറയുന്നത് 5,000 ഇൻറ്റു 40 ആണ്. അതേപോലെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ട് അതിലും കൊടുക്കേണ്ടത് റുപ്പീസ് 2 lakhs ആണ്. അതും 5,000 ഇൻറ്റു 40. 5,000 ഇൻറ്റു 40 അതാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ വർക്കുകളും കോമ്പൗണ്ട് എൻട്രി ആയിട്ട് ഒറ്റ ജേണൽ എൻട്രിയിൽ പാസ് ചെയ്തു പോവാം. ഓക്കെ, ഇനി സാധാരണ പോലെ അലോട്ട്മെൻറ്റ് സ്റ്റേജിലേക്ക് പോവാം. ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് എലോങ് വിത്ത് പ്രീമിയമാണ് ഡ്യൂ ആവുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എൻട്രി വരിക ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ്. ഇനി എമൗണ്ട് നോക്കേണ്ടത് ഷെയർ അലോട്ട്മെൻറ്റ് എമൗണ്ടാണ് നോക്കേണ്ടത്. അലോട്ട്മെൻറ്റ് മണി എത്രയാണ് നമ്മൾ പറഞ്ഞത്? റുപ്പീസ് 30 ആണ്, ഇൻക്ലൂഡിങ് റുപ്പീസ് 10 പ്രീമിയം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്ര ഡെബിറ്റ് ആവണം? റുപ്പീസ് 30 അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ കളക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയറിൻ്റെ എണ്ണം 30,000. 30,000 ഇൻറ്റു 3 30,000 ഇൻറ്റു 30. 30,000 ഇൻറ്റു 30. Then answer will be, amount will be 9 lakhs. Rupees 9 lakhs is to be debited to share allotment account. Then share capital account credit ആവേണ്ടത് ഫേസ് വാല്യൂ മാത്രം. റുപ്പീസ് 30ൽ 20 മാത്രമേ ഫേസ് വാല്യൂ ഉള്ളൂ, 10 പ്രീമിയമാണ്. അങ്ങനെ ആകുമ്പോൾ 30,000 ഇൻറ്റു 20 റുപ്പീസ് 6 lakhs അതാണ് ക്യാപിറ്റൽ പോർഷൻ. ദെൻ സെക്യൂരിറ്റി പ്രീമിയം 3 lakhs, 30,000 ഇൻറ്റു 10. ഓക്കെ, ഇതാണ് ഷെയർ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി. ദെൻ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി നമുക്കറിയാം, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അവിടെ എമൗണ്ട് ശ്രദ്ധിക്കണം. എമൗണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് നോട്ടിലൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വിശദമായിട്ട് വർക്കിംഗ് നോട്ട് എഴുതേണ്ടി വരും. കാരണം ചില ആളുകൾ
രോഹൻ എന്ന് പറയുന്ന ആൾ അലോട്ട്മെൻറ്റ് മണി ഫെയിലാവുന്നുണ്ട്. ഓക്കെ, ഈ രോഹൻ എന്ന് പറയുന്ന ആൾ എക്സസ് ആപ്ലിക്കേഷൻ മണിയൊക്കെ അടച്ച ആളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശരിക്കും അലോട്ട്മെൻറ്റ് മണിയായിട്ട് നമുക്ക് എത്ര ലഭിക്കും, നിലവിൽ ആ ഡ്യൂ ഡേറ്റിന് എത്ര ലഭിക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിക്കണം. കാരണം എക്സസ് ആപ്ലിക്കേഷൻ മണിയൊക്കെ വന്നതുകൊണ്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു കേസ്. അതുകൊണ്ട് ഡ്യൂ ആയ എമൗണ്ട് കംപ്ലീറ്റ് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കുറച്ച് എമൗണ്ടുകളൊക്കെ നേരത്തെ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര എമൗണ്ട് ലഭിക്കും എന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ശരിക്കും 9 lakhs ലഭിക്കേണ്ടതാണ്. ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് 9 lakhs ആണല്ലോ, 30,000 × 30. അപ്പോൾ ശരിക്കും നമുക്ക് 9 lakhs ഇപ്പോൾ ലഭിക്കുന്നില്ല. എക്സസ് ആയിട്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കുള്ള എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനാദ്യമായിട്ട് നമ്മൾ എമൗണ്ട് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓൺ റോഹൻസ് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കണം. കാരണം രോഹൻ എന്ന് പറയുന്ന ആൾ അലോട്ട്മെൻറ്റ് ഫെയിലായ ആളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രോഹൻ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ എത്ര അടയ്ക്കേണ്ടിയിരുന്നു? അയാൾ ഫെയിലായിട്ടുണ്ട്. എന്നാൽ അയാൾ ഫെയിലായിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര അടക്കുമായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ എത്ര ക്യാഷ് കിട്ടുന്നുണ്ട് എന്ന് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓൺ രോഹൻസ് ആപ്ലിക്കേഷൻ. രോഹൻ അലോട്ട് ചെയ്ത ഷെയർ 600 shares ആണ്. ഈ രോഹൻ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആ റേഷ്യോ വെച്ച് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര ഷെയറിനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്നതിനെ ന്യൂമറേറ്ററായിട്ടും കമ്പനി ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ എണ്ണത്തെ ഡിനോമിനേറ്ററായിട്ടും എടുക്കുക. അതാണ് റേഷ്യോ. 35,000 = 30,000 അല്ലെങ്കിൽ 35:30. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? 7:6 എന്നൊക്കെ പറയാം. ആ 7:6 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ 7/6 × 600 അനുവദിച്ച ഷെയർ, അലോട്ട് ചെയ്ത ഷെയർ, അല്ലെങ്കിൽ 35,000 / 30,000 × 600. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 700 എന്നുള്ള ആൻസർ കിട്ടും. അതിൻ്റെ മീനിങ് എന്താണ്? 700 shares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഹൻ എന്ന് പറയുന്ന ആൾ 700 ഷെയറിനുള്ള ആപ്ലിക്കേഷൻ മണി അടച്ചിട്ടുണ്ട് എന്നതാണ്. 700 sharesന് അപ്ലൈ ചെയ്ത ആളാണ് രോഹൻ. എന്നാൽ അദ്ദേഹത്തിന് പ്രോറാട്ട അലോട്ട്മെൻറ്റ് പ്രകാരം 600 share നൽകിയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ റോഹൻ്റെ അടുത്തുനിന്ന് ആപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര ലഭിച്ചിട്ടുണ്ടാവും? 700 × 40 28,000. എന്നാൽ യഥാർത്ഥത്തിൽ എത്ര വേണോ? വേണ്ട, 600 shares അദ്ദേഹത്തിന് അലോട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ എമൗണ്ട് അഡ്ജസ്റ്റഡ് ഓൺ ആപ്ലിക്കേഷൻ എത്രയാണ്? 600 × 40 ആണ് 24,000. എന്ന് പറഞ്ഞാൽ 24,000 ആപ്ലിക്കേഷൻ മണിയെ യഥാർത്ഥത്തിൽ റോഹൻ അടക്കേണ്ടതുള്ളൂ. 4,000 എക്സ്ട്രാ അടച്ചിട്ടുണ്ട്. ആ 4,000 ആണ് എമൗണ്ട് അഡ്ജസ്റ്റഡ് ഓൺ അലോട്ട്മെൻറ്റ്. ഓക്കെ, റോഹൻ ആ 4,000 തിരിച്ചു കൊടുക്കുന്നില്ല. ആ സമയത്ത് പ്രോറാട്ട അലോട്ട്മെൻ്റ് ആണല്ലോ. ഷെയർ കൊടുത്ത ആളുകൾക്ക്, ഷെയർ അനുവദിച്ച ആളുകളുടെ എക്സസ് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. തീരെ ഷെയർ കൊടുക്കാത്തവരുടെ ക്യാഷാണ്, എക്സസ് ആപ്ലിക്കേഷൻ മണിയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മണി ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് രോഹൻ എന്ന് പറയുന്ന ആൾ എത്ര തുക അധികം അടച്ചു എന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 4,000 കിട്ടി. ഓക്കെ, ഇനി മണി ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് റോഹൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. റോഹൻ എന്ന് പറയുന്ന ആൾ അലോട്ട്മെൻറ്റ് മണി എത്ര അടക്കേണ്ടി വരും? 600 share ആണല്ലോ അയാൾക്ക് അനുവദിച്ചത്. അലോട്ട്മെൻറ്റ് മണി 30 ആണല്ലോ. അങ്ങനെ 600 × 30 നോക്കുമ്പോൾ 18,000 അലോട്ട്മെൻറ്റ് മണി അടക്കേണ്ട ആളാണ് ഈ രോഹൻ. ഓക്കെ, എന്നാൽ 18,000 അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ അയാൾ തരേണ്ടതില്ല. കാരണം 4,000 ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നിട്ടുണ്ട്, എക്സസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. മണി അഡ്ജസ്റ്റഡ് 4,000.
അങ്ങനെ 18,000 മൈനസ് 4,000 14,000. 14,000 രൂപയാണ് ബാലൻസ് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് വരിക. ഓക്കെ, ബാലൻസ് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് വരുന്നുണ്ടാവുക 14,000 ആണ്. ക്ലിയർ? അപ്പോൾ ഈ 14,000 ആണ് റോഹൻ എന്ന് പറയുന്ന ആൾ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ അടയ്ക്കേണ്ടിയിരുന്നത്. ഓക്കെ, നമ്മളിതെന്തിനാണ് കണ്ടുപിടിച്ചത്? ഈ 14,000 അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ലഭിക്കുന്നില്ല. നമ്മുടെ വർക്ക് എന്താണ്? നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അലോട്ട്മെൻറ്റ് മണിയായിട്ട് എത്ര കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, അവിടെ എമൗണ്ട് എത്ര എഴുതണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ മണിയായിട്ട് എത്ര ലഭിക്കുന്നുണ്ട്, ഫിസിക്കലി എത്ര ക്യാഷ് കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ 14,000 റോഹൻ അടയ്ക്കേണ്ടിയിരുന്നു, അടച്ചിട്ടില്ല. അതിനെ നമുക്കവിടെ മൈനസ് ചെയ്യാം. അതിന് മുന്നേ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് നോക്കാം. 30,000 × 30 ആണല്ലോ, 9 lakhs ആണ്. നമ്മൾ നേരത്തെ ഡ്യൂ ആവുന്ന എൻട്രിയിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ എത്ര ഡെബിറ്റ് ചെയ്തോ അതാണ് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഡ്യൂ അത്ര കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ടോട്ടൽ എമൗണ്ട് ഡ്യൂ എത്രയാണ്? 9 lakhs ആണ്. അതിൽ നിന്നും എമൗണ്ട് റിസീവ്ഡ് ഓൺ ആപ്ലിക്കേഷൻ സമയത്ത് എക്സസ് ആയിട്ട് ലഭിച്ച എമൗണ്ട് നമ്മൾ നേരത്തെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഷെയർ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന 2 lakhs, അതായത് 5,000 × 40, അത്ര എക്സസ് ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. അത് അലോട്ട്മെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ ഇവിടെ ലെസ് ചെയ്യണം. അത്ര ഇപ്പോൾ കിട്ടുന്നില്ല. 9 lakhs കിട്ടേണ്ടതാണ്, പക്ഷേ 2 lakhs ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ 7 lakhs ഇപ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, മാത്രമല്ല 14,000 ഈ റോഹൻ ഫെയിലാവുന്നുമുണ്ട്. അപ്പോൾ അതും അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ ലഭിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ 7 lakhs മൈനസ് 14,000, 6,86,000. ഓക്കെ, 6,86,000. ദിസ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് സ്റ്റേജ്. ഓക്കെ, അതാണ് നിങ്ങളവിടെ കാണുന്ന എമൗണ്ട് 6,86,000. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, ഇതാണ് അലോട്ട്മെൻറ്റ് സ്റ്റേജിൻ്റെ കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ട യൂഷ്വൽ എൻട്രി കോൾ മണിയാണ്. എന്നിരുന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ കൺസേൺഡ്, ആസ് ഫാർ ആസ് ദിസ് ക്വസ്റ്റ്യൻ കൺസേൺഡ് എന്ത് പറയുന്നുണ്ട്? സൂൺ ആഫ്റ്റർ അലോട്ട്മെൻറ്റ് ഒരു ഫോർഫീച്ചർ അവിടെ നടക്കുന്നുണ്ട്. ഈ റോഹൻ എന്ന് പറയുന്ന ആൾ 600 ഷെയർ ഹോൾഡ് ചെയ്യുന്ന റോഹൻ എന്ന് പറയുന്ന ആളുടെ 600 ഷെയർസ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട് അലോട്ട്മെൻറ്റ് മണി അടക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് എൻട്രി അതായിരിക്കും. ഓർഡറിൽ വരണമല്ലോ. 600 ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഫോർഫീച്ചറിൻ്റെ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഇഷ്യൂ അറ്റ് പ്രീമിയമാണ്. പ്രീമിയം ₹20 ആണ്. ആ 20 കളക്ട് ചെയ്യുന്നത് 10 അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ, ₹10 അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ്. പ്രീമിയത്തിൻ്റെ പകുതിയെ ഇയാൾ അടച്ചിട്ടുള്ളൂ. ₹10 ഓൾറെഡി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ. എന്നാൽ അലോട്ട്മെൻറ്റ് ഫെയിലായതുകൊണ്ട് ₹10 പ്രീമിയം ഭാഗികമായി അടച്ചിട്ടില്ല. അതിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രീമിയം ഡ്യൂ ആയിട്ട് അടച്ചിട്ടില്ല എങ്കിൽ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ടിനെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ ക്യാൻസൽ ചെയ്യണം. പ്രീമിയം അക്കൗണ്ട് പൊതുവേ ക്രെഡിറ്റാണ് നമ്മൾ ചെയ്യുക, അപ്പോൾ ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് ഹിയർ. ദെൻ നമ്മൾ സാധാരണ പോലെ പെയ്ഡ് എമൗണ്ടും അൺപെയ്ഡ് എമൗണ്ടും. അൺപെയ്ഡ് എമൗണ്ട് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടാണ്, പെയ്ഡ് എമൗണ്ട് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എമൗണ്ടുകൾ. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ വിച്ച് സ്റ്റേജ് ഫോർഫീച്ചർ ഈസ് മെയ്ഡ്.
കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? സൂൺ ആഫ്റ്റർ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ അലോട്ട്മെൻറ്റ് മണി വരെയുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫേസ് വാല്യൂയിലേക്ക് പോകാം. എങ്ങനെയാണ് ഫേസ് വാല്യൂ വരുന്നത്? ഫേസ് വാല്യൂ 100 ആണ്. അതിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 30 ആണ് ഫേസ് വാല്യൂ വാങ്ങിക്കുന്നത്. അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ 20 ആണ്. ഓക്കെ, പ്രീമിയം കഴിച്ചാൽ അങ്ങനെയല്ലേ വരിക? ആപ്ലിക്കേഷൻ സ്റ്റേജിൽ 30, അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ 20. അങ്ങനെയാകുമ്പോൾ 30 + 20 50 ആണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 50 എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാകുമ്പോൾ 600 × 50 30,000 എമൗണ്ട് വരും. 600 × 50 30,000 ആണ് എമൗണ്ട് വരുന്നുണ്ടാവുക. സെക്യൂരിറ്റി പ്രീമിയം ₹10 ആണ് അടക്കാനുള്ളത്. അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ 10 ആണല്ലോ പ്രീമിയം വാങ്ങിക്കുന്നത്. സോ എമൗണ്ട് വിൽ ബി 600 × 10 6,000. ഓക്കെ, ദെൻ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എമൗണ്ട് അൺപെയ്ഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇയാൾ എത്ര എമൗണ്ട് അടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു? 14,000 നമുക്ക് വർക്കിംഗ് നോട്ടിൽ ലഭിച്ചിട്ടുണ്ട്. ആ 14,000 ഇവിടെ കൊടുക്കുക. ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 14,000 14,000. ദെൻ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ബാക്കി ബാലൻസ് ഡെബിറ്റിനെ അപേക്ഷിച്ച് ക്രെഡിറ്റിൽ എത്ര വരും? 22,000 ബാലൻസ് ഉണ്ടാവും. മീൻസ് ഓൾറെഡി പെയ്ഡ് ബൈ ദ മെമ്പർ. റോഹൻ എന്ന് പറയുന്ന ആൾ അടച്ച എമൗണ്ടാണ് 22,000. ഓക്കെ, അത്രയും എമൗണ്ട് ഇയാൾ അടച്ചിട്ടുണ്ട്. അതെങ്ങനെ ലഭിച്ചു? മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇയാൾ എത്ര അടക്കണം അലോട്ട്മെൻറ്റ് മണി? 600 ഷെയർസ് ആണല്ലോ ഉള്ളത്. ഓക്കെ, 600 ഷെയർസ് × 40 നോക്കാം. 600 ഷെയർസ് × 40 നോക്കുകയാണെങ്കിൽ 28,000 ലഭിക്കും. 28,000 പ്രീമിയം കട്ട് ചെയ്യുക 6,000 22,000 ആയി. ഓക്കെ, അങ്ങനെയും നമുക്ക് ആ 22,000 എമൗണ്ട് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇയാൾ അടച്ച പൈസ കമ്പനിയുടെ കയ്യിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ടുള്ളത് 22,000 ആണ്. അതാണ് ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ റോഹൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി യൂഷ്വൽ പ്രോസസ്സിലേക്ക് വരാം. ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആണ്. ആസ് യു നോ, ഷെയർ ഫസ്റ്റ് കോൾ മണി ഡ്യൂ എന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഫേസ് വാല്യൂ നോക്കിയിട്ട് എമൗണ്ട് അങ്ങ് കൊടുക്കുക. ഫസ്റ്റ് കോൾ മണി 30 ആണ്. ഷെയറിൻ്റെ എണ്ണം 30,000 ആണ്. 30,000 × 30 8,82,000. ദാറ്റ് ഇസ് ഓൾ. മറ്റൊരു കാര്യമുണ്ട് ഇവിടെ, ഷെയറിൻ്റെ എണ്ണം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. 600 ഷെയർസ് കട്ടായി, ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ 8,82,000 വരുന്നുണ്ടാവുക എങ്ങനെയാണ്? ഇനി നമ്മൾ 30,000 എടുക്കാൻ പാടില്ല. 30,000 എടുക്കാൻ പാടില്ല. 600 അതിൽ നിന്ന് കട്ട് ചെയ്യണം. നിലവിൽ ഷെയറിൻ്റെ എണ്ണം 600 കണ്ട് കുറഞ്ഞിട്ടുണ്ട്. 29,400 ആണ് വരിക. 29,400 അതങ്ങനെ ലഭിച്ചു. 30,000 - 600 29,400. അപ്പോൾ 8,82,000 എന്ന എമൗണ്ട് വന്നത് 29,400 × 30 ആണ്. ഓക്കെ, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഓൺ 29,400 ഷെയർസ്. ഇനി ഫസ്റ്റ് കോൾ മണി റിസീവ് ഇൻ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ക്രെഡിറ്റ്. അവിടെ ഡ്യൂ ആ എമൗണ്ട് കംപ്ലീറ്റ് നമുക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം ഫെയിലിയർ വീണ്ടും മറ്റൊരാൾ, എന്തായിരുന്നു പേര്, അമൻ എന്ന് പറയുന്ന മറ്റൊരാൾ അവിടെ ഫെയിലിയർ ആവുന്നുണ്ട്. ഓക്കെ, അമൻ എത്ര ഷെയർ അലോട്ട് ചെയ്തെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അമൻ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റെസിപ്രോക്കൽ ചെയ്താൽ മതി. നമ്മൾ റോഹൻ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നങ്ങനെ കണ്ടുപിടിച്ച് 600 × 35 ÷ 30 അല്ലേ, അല്ലെങ്കിൽ 7/6 ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നേരെ തിരിച്ച് അമൻ എത്ര ഷെയറിനാണ് അപ്ലൈ ചെയ്തതെന്നാണ് തന്നത്. നമുക്ക് വേണ്ടത് എന്താ? അമൻ എത്ര ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അമന് കമ്പനി എത്ര ഷെയർ കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി 1050 × നേരത്തെ ചെയ്തതിൻ്റെ റെസിപ്രോക്കൽ
30/35 അല്ലെങ്കിൽ 6/7 നേരെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 900 എന്നുള്ള ഒരു എമൗണ്ട് ലഭിക്കും. 900 ഷെയറാണ് അമന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ആ 900 ഷെയറിന് ഫസ്റ്റ് കോൾ മണി ഫെയിലാവുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ 900 ഷെയർ കൂടെ കട്ട് ചെയ്യുക. നിലവിൽ 29,400 ഷെയറാണ് ഉള്ളത്. 29,400 ഷെയറിനുള്ള ഫസ്റ്റ് കോൾ മണിയാണ് ഡ്യൂ ആവുന്നത്. എന്നാൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ 29,400 900 കൂടെ കട്ട് ചെയ്യണം. അത്ര കണ്ട് ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഈ അമൻ ഫെയിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ 28,500 ഷെയർസാണ്. 28,500 ഇൻറ്റു 30 നമ്മളവിടെ എമൗണ്ട് എടുക്കേണ്ടത്. 28,500 ഇൻറ്റു 30. ഓക്കെ, 28,500 ഇൻറ്റു 30 ആകുമ്പോൾ 8,55,000 എന്ന എമൗണ്ട് ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർഫീച്ചറാണ്. ഈ അമൻ എന്ന് പറയുന്ന മെമ്പറുടെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നുണ്ട്. 900 ഷെയർസ് ആർ ഫോർഫീറ്റഡ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ദെൻ പെയ്ഡ് എമൗണ്ട് ആസ് വെൽ ആസ് അൺപെയ്ഡ് എമൗണ്ട് ക്രെഡിറ്റ്. കോളാണ് ഫെയിലാവുന്നത്. അതുകൊണ്ട് പ്രീമിയത്തിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഷെയർ ഫസ്റ്റ് കോളാണ് ഫെയിലായത്. ആ അക്കൗണ്ട് അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അൺപെയ്ഡ് എമൗണ്ട് എത്രയാണ്, അതേപോലെ പെയ്ഡ് എമൗണ്ട് എത്രയാണ്, പെയ്ഡ് എമൗണ്ട് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആവേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതായിട്ട് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 900 ഇൻറ്റു 30, 900 ഇൻറ്റു 30 27,000 എന്ന എമൗണ്ട് ലഭിക്കും. അതും കഴിച്ച് ബാക്കിയായിരിക്കും 72,000 ആണല്ലോ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നല്ലേ. അതെങ്ങനെ കിട്ടി 72,000? ഏത് സ്റ്റേജിലാണ് കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കോൾ മണി കഴിഞ്ഞ ഉടനെയാണ്. ഓക്കെ, ഫസ്റ്റ് കോൾ മണി ആകുമ്പോഴേക്ക് ₹80 പെയ്ഡപ്പാണ്. ₹80 അടച്ചിട്ടുണ്ടാവും. ഫൈനൽ കോൾ മണി 20 ആണ്. അതും കഴിച്ച് ബാക്കി ₹80 ഇയാൾ അടച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇയാൾ അടച്ചിട്ടുണ്ടാവുന്നല്ല, കോൾഡപ്പ്, പെയ്ഡപ്പ് അല്ല, കോൾഡപ്പാണ് നോക്കുക. ഇൻ വിച്ച് സ്റ്റേജ് കമ്പനി മേക്സ് ദ ഫോർഫീച്ചർ എന്നാണ് നോക്കുക. ഏത് സ്റ്റേജിലാണ് കമ്പനി ഫോർഫീച്ചറുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ കോൾഡപ്പ് എമൗണ്ട് ആണ്, പെയ്ഡപ്പ് അല്ലേ. കോൾഡപ്പ് എമൗണ്ട് ₹80 ആണ്. കാരണം ഇനി ഫൈനൽ കോളേ ബാക്കിയുള്ളൂ 20. അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 900 ഇൻറ്റു 80 ആണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് 900 ഇൻറ്റു 80. അതാണ് 72,000 എന്ന് ഡെബിറ്റ് ചെയ്തത് കാണുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ മീൻസ് അടക്കാത്തത് എമൗണ്ട് അൺപെയ്ഡ് ബൈ ദ മെമ്പർ 27,000. 900 ഇൻറ്റു 30, ഫസ്റ്റ് കോൾ മണി 30 ആണല്ലോ, അതല്ലേ അടക്കാത്തത്. ഇനി അടച്ചത് നോക്കാം. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ₹50 അടച്ചിട്ടുണ്ടാവുക. ആപ്ലിക്കേഷൻ മണി 30, അലോട്ട്മെൻറ്റ് മണി 20. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ 50 അടച്ചിട്ടുണ്ടാവും. അതാണ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ കാണുന്നത് 900 ഇൻറ്റു 50, 45,000. ഓക്കെ, അങ്ങനെ അമ്മൻ്റെ ഷെയറും ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ യൂഷ്വൽ എൻട്രിയിലേക്ക് പോവാം. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ. അവിടെ ഒരു പ്രശ്നവുമില്ല. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇനി ആരും ഫെയിലാവുന്നില്ല, കംപ്ലീറ്റ് അടക്കുന്നുണ്ട് എന്നത് പറയുന്നുണ്ട്. സോ നിലവിൽ ഇപ്പോൾ എത്ര ഷെയർ ഉണ്ട് എന്നത് ഓർമ്മിച്ച് വെക്കുക. ഷെയറിൻ്റെ എണ്ണം 28,500 ആണ്. ഓക്കെ, നിലവിലുള്ള ഷെയറിൻ്റെ എണ്ണം 28,500 ആണ്. കാരണം 600 അതുപോലെ 900 ഷെയർ കട്ടായിട്ടുണ്ട്, ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ 28,500 ഇൻറ്റു 20 നോക്കാം. 20 ആണല്ലോ ഫൈനൽ കോൾ മണി. അതാണ് 5,70,000 എന്ന എമൗണ്ട്. ഈ റിസീവ് ചെയ്യുന്ന സമയത്തും അത് തന്നെ വരും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ക്രെഡിറ്റ് 5,70,000. കാരണം ആരും ഫെയിൽ ആവുന്നില്ല. ഓക്കെ, അങ്ങനെ യൂഷ്വൽ എൻട്രീസ് അവിടെ സ്റ്റോപ്പായി. ഇനി റീഇഷ്യൂ ആയി ബന്ധപ്പെട്ട എൻട്രിയാണ്. ഈ
എന്താണ് ഫോർഫീറ്റ് ചെയ്യപ്പെട്ട ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ റീഇഷ്യൂൻ്റെ എൻട്രി, റീഇഷ്യൂ ഇവിടെ അറ്റ് എ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, റീഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് പറയുന്നുണ്ടല്ലോ. ഫേസ് വാല്യൂ 100 ആണ് ഷെയറിൻ്റെത്. ആ ഷെയറാണ് കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത് 80 പെർ ഷെയർ എന്ന് പറയുന്നുണ്ട്. സോ 20 റുപ്പീസ് അവിടെ ഡിസ്കൗണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസ്കൗണ്ട് നമ്മൾ കണ്ടെത്തുന്നത് ഫോർഫീച്ചർ അക്കൗണ്ടിൽ നിന്നാണ്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടോ അത്ര കണ്ട് ഡിസ്കൗണ്ട് നൽകാവുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാവുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് യൂഷ്വൽ എൻട്രി. ഫോർഫീച്ചർ അല്ല, റീഇഷ്യൂ ആയി ബന്ധപ്പെട്ട് നമ്മൾ യൂഷ്വൽ എൻട്രി പറയാറ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എന്നാണ്. എന്നാൽ ഇവിടെ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നു അത്രയും ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻട്രി വരുന്നുണ്ടാവുക ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. റീഇഷ്യൂ ഓഫ് 1000 ഫോർഫീറ്റഡ് ഷെയർസ്. 1000 ഷെയർസാണ് ഇവിടെ ഫോർഫീറ്റ് ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത്. 1500 ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. 900 ഷെയർ ഹെൽഡ് ബൈ അമൻ, 600 ഷെയർ ഹെൽഡ് ബൈ റോഹൻ. ടോട്ടൽ 1500 ഷെയർ ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും 1000 ഷെയറാണ് ഇവിടെ കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ 80,000 വരും, ഫോർഫീച്ചർ അക്കൗണ്ടിൽ 20,000 വരും, ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 1 lakh വരും. ഓക്കെ, 1000 × 10 അത്രയും ക്യാപിറ്റൽ ഉണ്ടല്ലോ. ഡിസ്കൗണ്ട് 1000 × 20 ക്യാഷായിട്ട് ലഭിക്കുന്നത് 1000 × 80. ഓക്കെ, അങ്ങനെയാണ് 80,000 വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോർഫീച്ചർ കഴിഞ്ഞാൽ ഉടനെ റീഇഷ്യൂ നടത്തി, റീഇഷ്യൂവിന് ശേഷം ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, മീൻസ് പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. അവിടെ പല ആളുകളും തെറ്റിക്കുന്നതാണ്, എമൗണ്ട് തെറ്റിക്കാറുണ്ട്. ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എൻ്റയർ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് അല്ല. റീഇഷ്യൂ നടത്തിയിട്ട് എത്ര ലാഭമുണ്ട് എന്നുള്ളതാണ്. മീൻസ് ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുമല്ലോ, അപ്പോൾ ആ റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ മുകളിൽ എത്ര ലാഭം കിട്ടി എന്നതാണ് നോക്കുക. ഇവിടെ ഇപ്പോൾ 1500 ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നും 1000 ഷെയറാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ റീഇഷ്യൂ ചെയ്യപ്പെട്ട 1000 ഷെയറിൻ്റെ മുകളിൽ എത്ര ലാഭമുണ്ട് എന്നുള്ളതാണ്. ആ 1000 ഷെയർ ഫോർഫീറ്റ് ചെയ്ത വകയിൽ എത്ര ലാഭമുണ്ട് എന്നതാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് പോവുക. ബാക്കിയുള്ളത് അവിടെ തന്നെ കിടക്കും, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ അവിടെ തന്നെ കിടക്കും. എന്നിട്ട് അത് പിന്നീട് റീഇഷ്യൂ ചെയ്യുന്ന സമയത്തെ ആ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് റീഇഷ്യൂ ചെയ്ത 1000 ഷെയർസിൻ്റെ മുകളിൽ എത്ര ലാഭം കിട്ടി എന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാൽക്കുലേഷനിലൂടെ അത് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഈ 1000 ഷെയർ എന്ന് പറയുന്നത് 2 ആളുകളുടെ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ഷെയറാണ്. അപ്പോൾ എമൗണ്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് റീഇഷ്യൂ ചെയ്യപ്പെട്ട 1000 ഷെയർ എന്ന് പറയുന്നത് 100 ഷെയർ ഹെൽഡ് ബൈ രോഹൻ, അതേപോലെ 900 ഷെയർസ് ഹെൽഡ് ബൈ അമനാണ്. ഓക്കെ, അപ്പോൾ അമൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് ഫോർഫീറ്റ് ചെയ്തതെന്ന് അല്ലേ. ഫോർഫീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് 45,000 ആയിരുന്നു. എമൗണ്ട് പെയ്ഡ് ബൈ അമൻ 900 × 50 900 × 50 45,000. അതങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഇനി പ്രോഫിറ്റ് ഓൺ 100 ഷെയർസ് എങ്ങനെ കാണും? രോഹൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത വകയിൽ പ്രോഫിറ്റായിട്ട് കമ്പനിയിൽ വന്നത് 22,000 ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ് 22,000. ഓക്കെ, ആ 22,000
ലഭിച്ചത് 600 ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഒരു ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് എങ്ങനെ കാണും? 22,000 ഡിവൈഡഡ് ബൈ 600. ഓക്കെ, ആ കിട്ടുന്ന എമൗണ്ടിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഓൺ 100 ഷെയർസ് ലഭിക്കും. 3,667 എന്നുള്ളൊരു എമൗണ്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ രോഹൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം രോഹൻ 600 ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ 100 ഷെയർ മാത്രമേ, ഫോർഫിറ്റ് ചെയ്യപ്പെട്ട ഷെയറിൽ നിന്നും 100 ഷെയർ മാത്രമേ ഇപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 100 ഷെയറിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 600 ഷെയറിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റാണ് 22,000. എന്നാൽ 100 ഷെയറിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റാണ് 3,667. ഓക്കെ, അത് ലഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് നോക്കുക, എത്ര ഷെയറാണ് ഫോർഫിറ്റ് ചെയ്തെന്ന് നോക്കുക, ഡിവൈഡ് ചെയ്യുക, ഇനി റീഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48,667 ലഭിക്കും. ഓക്കെ, ഇത്രയാണ് റീഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ മുകളിൽ കിട്ടിയ പ്രോഫിറ്റ്. എന്നിരുന്നാലും നമ്മൾ റീഇഷ്യൂ സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, 20,000 ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഡിസ്കൗണ്ട് നമ്മൾ ഇതിൽ നിന്നും ആണ് കണ്ടെത്തുന്നത്. പറഞ്ഞിരുന്നു, ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ കിടക്കുന്ന ക്രെഡിറ്റ് ബാലൻസിൽ നിന്നുമാണ് ഡിസ്കൗണ്ട് നമ്മൾ കണ്ടെത്തുന്നത്, ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ. അവിടെ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് പോയാൽ കണ്ടില്ലേ, അത്രയും ഫോർഫീച്ചർ അക്കൗണ്ട് ക്യാൻസലായില്ലേ. സോ ആ ഒരു ഡിസ്കൗണ്ടിനെ നമ്മളിവിടെ ലെസ് ചെയ്യണം. 20,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 28,667 ആണ് പ്രോഫിറ്റ് ഓൺ റേഷ്യോ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്. ഓക്കെ, ഇതാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെ വരുന്നു എന്നുള്ള തൊട്ടതായി കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ഇൻ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഓഫ് 500 ഷെയർസ് എത്ര വരുന്നുണ്ടാവും? 22,000 ആണ് 600 ഷെയർ ഫോർഫിറ്റ് ചെയ്ത വകയിൽ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്ന പ്രോഫിറ്റ്. ഓക്കെ, അതിനെ 600 ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 500 അല്ല ഇപ്പോൾ ബാക്കിയുള്ളത്. 1,500 ഷെയർ ഫോർഫിറ്റ് ചെയ്തതിൽ 1000 റേസ് ചെയ്തു, 500 അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ 500 ബാക്കിയുള്ളതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ പറയുന്നത്. അത് നമുക്കിവിടെ ആവശ്യമില്ല, ആ ഒരു എമൗണ്ട് ആവശ്യമില്ല. എന്നിരുന്നാലും എങ്ങനെ വന്നു എന്നവിടെ നമ്മൾ കാണിക്കുകയാണ്. 18,333 എന്ന് കാണാം. ഓക്കെ, നമുക്ക് വേണ്ട എമൗണ്ട് 28,667 ആണ്. ഇറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പോൾ ഡിയേഴ്സ്, ഇതൊരു യൂണിവേഴ്സിറ്റി essay ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ലെറ്റ് us see again with some other topics in other videos. Thank you for all.